ഇന്ന് 4 ലക്ഷത്തിൽ എല്ലാ സൗകര്യം. 10 വർഷം മുമ്പ് കറണ്ട് കട്ടായിരുന്നു, പൈസ കുറവായിരുന്നു. 10 വർഷം മുമ്പ് പാഠപുസ്തകം ഇല്ലായിരുന്നു, ഇപ്പൊ പാഠപുസ്തകം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 10 വർഷം മുമ്പ് കരം കുറവായിരുന്നു, 10 വർഷം മുമ്പ് ഒരു തച്ച 600 രൂപയായിരുന്നു, ഇന്ന് 1500 രൂപയായിരുന്നു. ഇങ്ങനെ എല്ലാ മേഖലയിലും വികസിച്ച് ഇതൊന്നും അറിയാതെ കണ്ട് ഇപ്പോഴും ഇതൊക്കെ മലയാളികൾ പുച്ഛിച്ച് തള്ളുവല്ലേ ഉള്ളൂ. എല്ലാ കരവും കൂട്ടി. കാരണം 10 വർഷം മുമ്പ് 600 രൂപ ആയിരുന്നു, ഇപ്പൊ 600 രൂപ ആർക്കെങ്കിലും കൂലി കൊടുക്കുന്നുണ്ടോ? 500 രൂപ 600 രൂപ കൂലി ഉണ്ടായിരുന്ന 10 വർഷം മുമ്പത്തെ കണക്കുമായിട്ട് ഇപ്പൊ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ കൂടി. 10 വർഷം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പം 2 ലക്ഷം രൂപയായിരുന്നു കടം, ഇന്ന് 4,60,000 രൂപ കടം. അപ്പൊ ഇന്ത്യയുടെ കടം എത്രയാ? 250 ലക്ഷം കോടി. ഇന്ന് കേരളത്തിന്റെ കടത്തിൽ എത്ര? ഇന്ത്യയില് സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാ? 15ാം സ്ഥാനം. പക്ഷെ മനോരമ പറയുന്നത് എത്ര? 1ാം സ്ഥാനത്തിലേക്കാന്നാ പറയുന്നത്. എങ്ങനെയുണ്ട്? 15ാം സ്ഥാനം. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധവും അന്ധമായ കോൺഗ്രസ് വിരോധവും പാടില്ല. ഇപ്പൊ ഈ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ചെറുതും വലുതുമായ എന്തെല്ലാം സഹായങ്ങൾ ഈ ഗവൺമെന്റ്, കൊറോണയാണേലും പ്രളയം വന്നപ്പോഴും ഈ നാട് നശിച്ച് ധാരാളക്കല്ല് പിടിച്ച് കടന്നിടത്തുനിന്ന് ഇന്ന് അതിന്റെ ബാക്കി പത്രമായി ഒരു കല്ല് പോലും കാണാനില്ല. അതുമാത്രം കേരളത്തെ ചേർത്ത് പിടിച്ച് എല്ലാ പാലങ്ങളും പുനർനിർമ്മിച്ച് നമ്മുടെ സർവ്വ വീടുകളും പോയവർക്ക് വീട് കൊടുത്തു ഇല്ലേ? നമ്മൾ കണ്ടതല്ലേ ആ വയനാട്ടിലെ പാവങ്ങള് രാത്രിക്ക് ഉറങ്ങിക്കിടന്നവർ ഒലിച്ചുപോയി. 500ഓളം പേരാണ് അന്ന് നശിച്ചു പോയത്. കേന്ദ്ര സർക്കാർ നമ്മളെ കളിയാക്കി. ഒരു കൊച്ചിനെ പ്രതിപക്ഷ നേതാവ് പറയാം, ഒരു കൊച്ചിനെ എടുത്തു വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി കളിച്ചേച്ച് ആ കൊച്ചിന്റെ ദേഹത്തെല്ലാം തലോടിയേച്ച് ആ കൊച്ചിനെ കൊഞ്ചിച്ചേച്ച് പ്രധാനമന്ത്രി പോയി. 5 പൈസ തന്നില്ല. അവസാനം കോടതി കേസ് കൊടുത്തപ്പോൾ പറയാം 500 രൂപ കടായിട്ട് തരണം, അത് എത്രയും പെട്ടെന്ന് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ മേളിൽ കേസിന് പോയി. അപ്പം പറയാം നിങ്ങൾ തിരിച്ചു തന്നാ മതി. ഇന്ന് എപ്പോഴാണ് തിരിച്ചു കൊടുക്കണം പൈസ? കടം തന്നു 500 കോടി. എങ്ങനെയുണ്ട്? നമ്മൾ ആരോട് ചോദിക്കാം? ആരോട് പറയാം? പക്ഷെ കേരളത്തിലെ നല്ലവരായ ജനങ്ങള് സർക്കാരിന് പൈസ തന്നുകൊണ്ട് അവിടെ നമ്മള് വലിയ ടൗൺഷിപ്പാ പാവങ്ങൾക്ക് പണിത് കൊടുത്തത്. പക്ഷെ ഇപ്പുറത്ത് കോൺഗ്രസ് ഫണ്ട് പിരിച്ച് ആന കയറുന്ന സ്ഥലത്ത് സ്ഥലം മേടിച്ച് എന്നിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താ? വീട് പണി തുടങ്ങിയെന്നാ പറയുന്നത്. പറഞ്ഞ് സ്ഥലം മേടിച്ച്. ഇപ്പം സ്ഥലം മേടിച്ച പൈസയും ഇല്ല, സ്ഥലം മേടിച്ച് വീട് വെക്കാൻ പൈസയും ഇല്ല, ആപ്പും ഇല്ല, പിരിച്ച ഫണ്ടും ഇല്ല, പിരിച്ച പൈസയും ഇല്ല. ആർക്കും അറിയണ്ട, ആർക്കും ചോദിക്കണ്ട. അപ്പം ചോദിക്കുക, നിങ്ങൾ രക്തസാക്ഷി ഫണ്ട് പിരിച്ചു, ഫണ്ട് തട്ടിച്ചെടുത്തില്ലായിരുന്നു. രക്തസാക്ഷി ഫണ്ട് രക്തസാക്ഷി കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാനാ. ആ രക്തസാക്ഷിയുടെ കുടുംബത്തിലെ ഭാര്യയോട് ചോദിക്കണം. അവർക്ക് ജോലി കൊടുത്തു, അവർക്ക് വ്യക്തിപരമായിട്ട് ബാങ്കിൽ പൈസ ഇട്ടു, മക്കളെ പഠിപ്പിക്കുന്നു, ഇങ്ങനെ ഇമാതിരി കാര്യങ്ങളെല്ലാം ചെയ്തു. അത് പാർട്ടിക്കാരിൽ നിന്ന് പിരിക്കുന്ന ഫണ്ടാ. അത് പാർട്ടി അറിഞ്ഞാൽ മതി. പബ്ലിക് പിരിവല്ല രക്തസാക്ഷി ഫണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും പിന്നെ കുറ്റം മാത്രം. അതിങ്ങനെ കുറ്റം പറയുന്നവർ കുറ്റം കണ്ടുപിടിക്കും, കുറ്റം മാത്രമേ പറയുള്ളൂ. നമ്മളതിനെയൊന്നും എതിർക്കേണ്ട കാര്യമില്ല, നമ്മളതിനെയൊന്നും പറയേണ്ടയും കാര്യമില്ല. പറഞ്ഞുകൊണ്ടിരിക്കും, തെറ്റി ചൂണ്ടിക്കാണിച്ചാൽ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് വൺ സൈഡ് കാണുന്നതാ കുഴപ്പം. അത് ഈ ചില ആൾക്കാരങ്ങനെയാ. ചില പ്രശ്നത്തിന്റെ പേരിൽ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം
കോൺഗ്രസ് വിരോധമൊക്കെ വച്ചുകൊണ്ടിരിക്കും. അതങ്ങനെയായി കേരളത്തിന്റെ സ്വഭാവം. ഇവിടെ കാനാൻ ദേശം തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തിൽ കൊണ്ടാക്കിയാലും അതും എന്തേലും മുറിവുറുപ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അവസ്ഥ, പറഞ്ഞിട്ട് കാര്യമില്ല.